എടാ സന്തോഷം ഇത് ചുറ്റും വെക്ക്. ഓക്കെ. ചുറ്റും വെച്ചോ. ആരോ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. എടാ നിശോഭ വാ. എടാ മുണ്ടൊന്നും കിട്ടിയിട്ടില്ലടാ എനിക്ക്. ഓ എന്ത് മുണ്ട്? എടാ ഒരു ഓണായിട്ട് ഒരു മുണ്ടൊക്കെ ഇട്ട് വന്നൂടെ? പിന്നെ ഓണാഘോഷം പൂക്കളൊക്കെ ഇട്ടോ? ഓ എന്ത് പൂക്കളും. അങ്ങ് കേരളത്തിൽ മാവേലി വരുന്നതിന് നമ്മളെന്തിനാ ബാംഗ്ലൂരിൽ കൂടുന്നത്? ഇവൻ ഉടക്കിന്റെ ഉസ്താദാട്ടാ. എടാ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണം ഉണ്ടാവും. അങ്ങ് ദുബായിലും ഉണ്ട്, അമേരിക്കയിൽ പോലും ഓണാഘോഷിക്കുന്നുണ്ട്. അതല്ല അന്ധവിശ്വാസം. എന്താ അന്ധവിശ്വാസം? മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മഹാബലി എത്തും. പൂക്കളൊക്കെ പോട്ടെ, സദ്യയൊക്കെ സെറ്റായില്ല അല്ലേ? ഓ എന്ത് സദ്യ. എടാ അവിടെ ആ ഹോട്ടലിൽ 500 റുപ്യക്ക് നല്ല സദ്യ ഉണ്ട്, പോയി വാങ്ങിച്ചു കഴിക്കും. 500 റുപ്യ? എന്തേ 500 റുപ്യക്ക് വീട്ടിൽ 4 ആൾക്ക് കഴിക്കാലോ സദ്യ? വെച്ചിട്ടുണ്ട്. എനിക്ക് സാധനത്തിന്റെ വില വല്ലതും അറിയോ? മിക്കവാറും ഈ സദ്യ ചെയ്യുമ്പോഴത്തേക്ക് ഹോട്ടൽ മുതലാളി ബാംഗ്ലൂർ പുതിയ വില്ല മേടിക്കും. അതൊക്കെ ശരിയായിരിക്കാം. ഇവിടെ നമ്മള് വാമനെ ആക്കണ്ട. ശരി വാമന അല്ല, നിങ്ങൾ ഈ വാമൻ എന്തെല്ലാം കഥയുണ്ട്, ആരെങ്കിലും വിശ്വസിക്കും അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ? എന്താ കുഴപ്പം? അതായത് മഹാവിഷ്ണു മഹാബലിന്റെ അഹങ്കാരം തീർക്കാൻ വാമനായിട്ട് വന്നു. എന്നിട്ട് 3 അടി മണ്ണ് ചോദിച്ചു. ആദ്യത്തെ അടിക്ക് ഭൂമി അളന്നു, 2ാമത്തെ അടിക്ക് ആകാശം അളന്നു, 3ാമത്തെ സ്ഥലം ഇല്ലാത്ത കാരണം മഹാബലി സ്വന്തം തല കാണിച്ചു കൊടുത്തു. അതന്നെ പറഞ്ഞത്. 3ാമത്തെ ഇളക്കുമ്പോ ഇയാളെ മറ്റേ കാലടെ വെച്ച വായൂല. ഇവര് കൊടുക്കണം. കൂമ്പിലിട്ട് കൊടുക്കണം. കൊടുത്തോ. ഇവൻ ഓണത്തെല്ലാം കൂടെ കിട്ടിയപ്പോ ഓണാഘോഷം പൂർണ്ണായി. പോ എടുത്തു പോ. വളരെ സന്തോഷം. ഒന്ന് നിന്നേ. വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ഹാപ്പി ഓണം. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.